നമ്മൾ പലപ്പോഴും കിളിക്കുഞ്ഞു വാഹനം എന്ന് പറയാറുണ്ട്. ശരിക്കും ഒരു കിളിക്കുഞ്ഞു വാഹനം ഇന്ന് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അതിനു മുമ്പ് ഒരു രഹസ്യം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാനുണ്ട്. നമ്മളിൽ പലരും ചിലപ്പോൾ രഹസ്യങ്ങൾ സൂക്ഷിച്ച് വെക്കേണ്ടവരായിരിക്കും. നമുക്ക് പല രഹസ്യങ്ങളുണ്ടാവും, പല രഹസ്യങ്ങളുണ്ടാവും. അത് നമുക്ക് ചില സമയങ്ങളിൽ നമ്മൾ മറ്റുള്ളവർ അറിയാതെ നമുക്ക് സൂക്ഷിക്കേണ്ടത്, ചില രഹസ്യങ്ങൾ നമുക്ക് വാഹനത്തിന് അകത്ത് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ടാവും. അങ്ങനെ വാഹനത്തിന് അകത്ത് സൂക്ഷിക്കേണ്ട രഹസ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു അറ അത് മാരുതി വാഗണറിനകത്ത് കമ്പനി കൊടുത്തിട്ടുണ്ട്. ചിലർക്ക് ആ വീഡിയോ കാണുന്ന പലർക്കും അത് അറിയുന്നുണ്ടാവും, പക്ഷേ അറിയാത്തവരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് മാരുതി വാഗണർ എന്ന വാഹനത്തിൻ്റെ ഉൾഭാഗത്ത് ഒരു ചെറിയ രഹസ്യ അറ നമുക്ക് വേണ്ടിയിട്ട് കസ്റ്റമേഴ്സിന് ഇട്ട് ഒരുക്കിയിട്ടുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ ആദ്യം കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എവിടെയാണ് ആ രഹസ്യ അറ എന്നുള്ളത് സിമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഫ്രണ്ട് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കോ പാസഞ്ചർ സീറ്റ് ഉണ്ട്. ഈ കോ പാസഞ്ചർ സീറ്റിലാണ് ആ രഹസ്യ അറ വരുന്നത്. ഈ ഭാഗത്തെ നമുക്ക് ചെറിയൊരു റിബൺ പോലെ സംഭവം ഉണ്ടാവും. ചില വാഹനങ്ങൾക്ക് അത് പല രീതിയിലായിരിക്കാം. ഇവിടെയാണ് അതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം വരുന്നത്. ഈ രീതിയിൽ ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു രഹസ്യ അറ നമുക്ക് എന്തുണ്ട് വാഗണർ വാഹനത്തിനകത്ത് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് അഡീഷണലി ചെയ്തൊന്നുമല്ല, കമ്പനി മാരുതി അപ്രൂവ്ഡ് ഉള്ളതാണ്. നമുക്കൊരു എന്തെങ്കിലും നമ്മുടെ സാധനങ്ങൾക്ക് ആവശ്യങ്ങൾക്ക് സാധനങ്ങൾക്ക് ഇതിനകത്ത് ഇട്ട് വെക്കാം, ആരും കാണാതെ സൂക്ഷിക്കാം. കാരണം ഈ സീറ്റിൻ്റെ അടിഭാഗത്തായതുകൊണ്ട് പ്രത്യേകിച്ച് ആരും ഇത് കാണാൻ വഴിയില്ല. ഇനി നമുക്ക് ചില സാഹചര്യങ്ങൾ ഈ ഒരു രഹസ്യറിൻ്റെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഒരു ട്രേ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാർസൽ ട്രേ നമുക്ക് യൂസ് ചെയ്യാനും സാധിക്കും. കാരണം ഇത് ആവശ്യമില്ലാത്തവർക്ക് ഇതൊരു നല്ലൊരു ക്വാളിറ്റിയുള്ളൊരു ട്രേ ആണ്, ഒരു പ്ലാസ്റ്റിക് നല്ല ക്വാളിറ്റിയുള്ളൊരു ട്രേ ആണ്. നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഒരു സൗകര്യം മാരുതി വാഗണർ ഒരുക്കിയിട്ടുണ്ടെന്ന് എത്ര പേർക്കറിയാം? അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി നേരെ കിളിക്കുഞ്ഞ് സാൻഡ്രോ വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ്. ലേഡീസിന് ഫസ്റ്റ് ചോയ്സ് ആയിട്ട് പ്രിഫർ ചെയ്യുന്ന വാഹനമായിരിക്കും. കാരണം വെച്ചാൽ ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റ് വാഹനമാണ്. മാത്രമല്ല ഈ ഒരു കളർ ഇത് നിങ്ങൾക്കൊരു യൂണീക്ക്നെസ് തരുന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട. ഹൈ ക്വാളിറ്റിയിൽ നിൽക്കുന്ന 2018 മോഡലിൽ നിൽക്കുന്ന KL22 രജിസ്ട്രേഷൻ വാഹനം. ഈ ഒരു വാഹനമായിട്ട് നിങ്ങൾ കോളേജിലോ സ്കൂളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തേക്കൊക്കെ ലേഡീസ് എസ്പെഷ്യലി ലേഡീസ് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്കൊരു ഒറ്റ നോട്ടം കിട്ടുന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. കാരണം റോഡിൽ നിങ്ങൾ മാത്രമേ ഈ ഒരു കളറിൽ വാഹനമായിട്ട് ഉണ്ടാവുള്ളൂ. KL22 രജിസ്ട്രേഷനിലുള്ള സ്പോർട്സ് എന്ന വേരിന് നിൽക്കുന്ന വാഹനമാണ്. സ്പോർട്സ് പെട്രോൾ എഞ്ചിൻ 1.1 ലിറ്ററിൽ എഞ്ചിൻ വരുന്ന വാഹനമാണിത്. ഏകദേശം ഒരു 16-17 റേഞ്ചിൽ നമുക്ക് ഓട്ടോമാറ്റിക് AMT ഗിയർ ബോക്സിൽ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന വാഹനം. സ്പോർട്സ് എന്ന വേരിൻ്റെ അതുകൊണ്ട് തന്നെ ബേസിക്കലി വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നുണ്ട്. ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്, മിറർ ഇൻഡിക്കേറ്റർ വരുന്നു, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നു, സ്റ്റിയറിംഗ് കൺട്രോൾ വരുന്നു, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, സെൻട്രൽ ലോക്കിംഗ് തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നുണ്ട്. സേഫ്റ്റി ഫീച്ചേഴ്സ് എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്, ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഡിഫോഗർ വരുന്നുണ്ട്, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഇതിനകത്ത് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു വാഹനത്തിന് എന്തൊക്കെയാണോ ബേസിക്കലി വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം നിൽക്കുന്ന ഒരു അടിപൊളി ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റിൽ വരുന്ന അതും ഓട്ടോമാറ്റിക് AMT ഗിയർ ബോക്സിൽ വരുന്ന വാഹനമാണ്. 2018 മോഡലിൽ നിൽക്കുന്ന സിംഗിൾ ഓണർഷിപ്പിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്ന കിലോമീറ്ററിന് വെറും 21,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു ഹൈ ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു വാഹനം. ഇനി ഇന്റീരിയറിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു എക്സ്റ്റീരിയറിൻ്റെ ഗ്രീൻ തീം തന്നെയാണ് ഇന്റീരിയറിൻ്റെ ഡാഷ്ബോർഡിൻ്റെ ഭാഗത്തും അതേപോലെ AC വിൻഡിൻ്റെ ഭാഗത്തും അതേപോലെ ഗിയർ ലിവറിൻ്റെ ആ ഒരു ചുറ്റുഭാഗങ്ങളൊക്കെ ആ കളർ സെയിം കളർ പാറ്റേൺ തന്നെയാണ് ഇന്റീരിയർ ഭാഗത്തും കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് ഒരു കാണുമ്പോൾ തന്നെ നമുക്ക് ഇന്റീരിയറത്തെ നോക്കുകയാണെങ്കിൽ ഒരു ക്ലാസ് ഫീൽ നമുക്ക് ഇന്റീരിയർ ഭാഗത്ത് കിട്ടുന്നതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ ഒരു അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റിൽ ഒരു യുണീക്ക് കളറിൽ നിൽക്കുന്ന ഒരു വാഹനം അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് ഈ ഒരു ഹ്യുണ്ടായിൻ്റെ സാൻഡ്രോ സ്പോർട്സ് ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റിൽ വരുന്ന സിംഗിൾ ഓൺഷിപ്പിൽ 21,000 കിലോമീറ്റർ ഓടിയുള്ള വാഹനം. ഈ ഒരു വാഹനം നിങ്ങൾ സ്വന്തമാക്കാം 4,50,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. ഓൾമോസ്റ്റ് 4 ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണ്. അതും 5 വർഷത്തെ മാസക്കാലയളവിൽ ഏകദേശം 10 രൂപ റേഞ്ചിൽ ഇതിൻ്റെ EMI വരുന്ന രീതിയിൽ നിങ്ങൾക്ക് EMI സൗകര്യം കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് വാഹനത്തിൻ്റെ കളക്ഷൻസ് ഞങ്ങൾ വെക്കലുണ്ട്. അതിനൊക്കെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായ മാക്സിമം ഷെയർ ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക.